നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി രായിരിമംഗലം ഈസ്റ്റ് GLP സ്കൂളിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് കളികളിലൂടെ ശാരീരിക, മാനസിക, ബൗദ്ധിക വികാസം ലക്ഷ്യമിട്ട് സ്കൂളിൽ തുടങ്ങുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം കായിക, ഹജ്ജ്, വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ വരുന്ന 3-ാം തീയതി ചൊവ്വാഴ്ച ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് സ്കൂൾ ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി രായിരിമംഗലം ഈസ്റ്റ് GLP സ്കൂളിന് സമഗ്ര ശിക്ഷ കേരള അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് കളികളിലൂടെ ശാരീരിക, മാനസിക, ബൗദ്ധിക വികാസം ലക്ഷ്യമിട്ട് 13 ഇടങ്ങൾ വർണ്ണക്കൂടാരത്തിൽ ഒരുക്കിയിരിക്കുന്നു. സ്കൂളിൽ തുടങ്ങുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം കായിക, ഹജ്ജ്, വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ വരുന്ന 3-ന് ചൊവ്വാഴ്ച ഉദ്ഘാടനം ചെയ്യുന്നതാണെന്ന് സ്കൂൾ ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു സമ്മാനം പോലെയാണ് വർണ്ണക്കൂടാരം എന്ന് പറയുന്ന പദ്ധതി. പ്രീ പ്രൈമറി വിഭാഗത്തിലെ കുട്ടികൾക്ക് കളിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് അവർക്ക് ആർജിക്കാനുമുള്ള വിവരങ്ങൾ ആർജിക്കാനുമുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ 13 ഇടങ്ങൾ വരയ്ക്കാനും പാടാനും ശാസ്ത്ര പരീക്ഷണം നടത്താനും ഭാഷാശേഷി വളർത്താനും ഗണിതശേഷി വളർത്താനും ഉതകുന്ന തരത്തിൽ കളിക്കാനുമുള്ള വിവിധ സൗകര്യങ്ങൾ അടങ്ങിയ 13 ഇടങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം. സ്റ്റാർസ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSK വഴിയാണ് നമുക്ക് 10 ലക്ഷം രൂപയാണ് സ്കൂളിന് വർണ്ണക്കൂടാരം പദ്ധതിക്ക് ലഭിച്ചത്. അപ്പോൾ ആ പദ്ധതിയുടെ ഒരു ഉദ്ഘാടനം കൂടി ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തോടൊപ്പം 2024 ഡിസംബർ 3 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന കായിക, ഹജ്ജ്, വഖഫ് വകുപ്പ് മന്ത്രി നമ്മളുടെ MLA കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ വി അബ്ദുറഹിമാൻ അധ്യക്ഷനായിരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, SSKയുടെ ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർ, പ്രോഗ്രാം ഓഫീസർ തുടങ്ങിയവരും നഗരസഭയിലെ കൗൺസിലർമാരും നമ്മുടെ പ്രദേശത്തെ രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ പ്രമുഖരെല്ലാം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ചടങ്ങിൽ വെച്ച് ശതാബ്ദി ആഘോഷത്തിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് ശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. ശതാബ്ദി ആഘോഷങ്ങൾ ഈ ഡിസംബർ 3-ന് ആരംഭിച്ച് മാർച്ചിൽ, ഈ വർഷാവസാനം മാർച്ച് മാസത്തിൽ സമാപിക്കുന്ന രീതിയിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ ഉപകാരപ്പെടുന്ന തരത്തിൽ കുട്ടികൾക്ക് ചിത്രകലയുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്, അഭിനയവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പ്, രക്ഷിതാക്കൾക്ക് ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ്, ഇപ്പോൾ ലഹരി വിമുക്ത ബോധവൽക്കരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു പരിപാടി. അതോടൊപ്പം ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള അവിടുത്തെ പൂർവ്വ അധ്യാപകരെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, കഴിയുന്നിടത്തോളം പൂർവ്വ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫെബ്രുവരി മാസത്തിൽ ആദ്യ ആഴ്ചയിൽ തന്നെ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം 2024 ഡിസംബർ 3-ന് ആരംഭിച്ച് 2025 മാർച്ചിന് സമാപിക്കും. 2025 ഫെബ്രുവരി മാസത്തിൽ സ്കൂളിലെ പൂർവ്വ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പങ്കെടുപ്പിച്ച് വിപുലമായ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കും. 2025 മാർച്ചിൽ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം നടക്കും. 2025 മെയ് മാസത്തിൽ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ T സജീവ് സമർപ്പിക്കുന്ന ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും സമാപന വാർഷികത്തിൽ മന്ത്രി നിർവഹിക്കും. 40 വർഷത്തോളം സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പാചകം ചെയ്തു നൽകിയിരുന്ന ശാരദയെ ആദരിക്കുന്ന ചടങ്ങുകൂടി മന്ത്രി നിർവഹിക്കും. ശാരദയ്ക്ക് 1 ലക്ഷം രൂപയുടെ ഉപഹാരവും വേദിയിൽ വെച്ച് മന്ത്രി നൽകും. പ്രധാനാധ്യാപകൻ T സജീവ്, PTA പ്രസിഡന്റ് M ഇക്ബാൽ, നഗരസഭാ കൌൺസിലർമാരായ C ബീന, PT അക്ബർ, P ബിബീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TV ന്യൂസ്, താനൂർ. എന്നാലും ഗൾഫിലിരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല. എന്നാലും ഈ ഫ്ലോറിംഗും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക്? അതിനെന്താ, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡെന്നാ. അവിടെയാണെങ്കിൽ 2-3 നിലയിൽ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രല്ല, നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം.